விதைக விளைகாக்கு வேண்டி காத்திருந்து ஏங்கோ இருந்து பறந்து வந்த கிளிகா எத்து நெல்லுகளே கொத்தி பறந்து பேசும் மண்ணுக்கே விதை போட்டவன் நான் வளம் போட்டவன் நான் അറുത്തു വെത്ത വെള്ളാമനെ കൊത്തിക്കൊണ്ട് പറക്കാക്ക് ഈ കിളികൾക്ക് ആര് സൊന്നാറ്. സ്വന്തം ഗോത്രഭാഷയിൽ കവിത എഴുതി വ്യത്യസ്തനായിരിക്കുകയാണ് അട്ടപ്പാടി കൊളപ്പടിയൂരിലെ മണികണ്ഠൻ എന്ന യുവാവ്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഏത് പാലൂർ, മുള്ളി, അഗളി, കോഴിക്കോട് എന്നിടങ്ങളിലായിട്ട് പഠിച്ചു. പിന്നെ അച്ഛനമ്മയുടെ വേർപാട് കാരണം പഠിക്കാൻ കഴിഞ്ഞില്ല, പഠനം നിർത്തേണ്ടി വന്നു. പിന്നെ കുടുംബ സാഹചര്യം കാരണം പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പഠിക്കാൻ കഴിഞ്ഞില്ല. പ്രധാനമായിട്ടും എഴുത്തിലേക്ക് വരാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ അച്ഛനമ്മയുടെ വേർപാടാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അച്ഛനമ്മ എന്നെ വിട്ട് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ നൊമ്പരമാണ് എന്നെ കവിതയിലേക്ക്, ഈ സാഹിത്യ ലോകത്തേക്ക് നയിച്ചത്, കവിത എഴുത്തിലേക്ക് നയിച്ചത്. പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ലൈബ്രറികളിൽ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. പിന്നീട് വായന കുറച്ച് കുറവായി, അധികം വായിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ വായിക്കാറുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ആദ്യത്തെ കവിത മൃതിവസന്തം എന്ന് തുടങ്ങുന്ന എഴുതിയൊരു കവിത. ആ കവിതയിലൂടെ എഴുതിക്കൊണ്ടാണ് ഞാൻ ഈ കാവ്യലോകത്തേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ആദ്യ സമാഹാരം 2018 പച്ചമരത്തണൽ കത്തിയെരിയുമ്പോൾ എന്ന പുസ്തകമായിരുന്നു. അതായത് അതിന് സഹായിച്ചത് എൻ്റെ ഊരിലൊരു കുടിവെള്ള പ്രശ്നമുണ്ടായിരുന്നു. പ്രശ്ന പരിഹാരത്തിനായിട്ട് ജനമൈത്രി പോലീസിലെ സലീഷ് എന്ന CI സലീഷ് സാറാണ്. അദ്ദേഹമാണ് അപ്പോൾ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കിതേപോലെ ഒരു പുസ്തകം ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതിന് നിങ്ങൾ സഹായിക്കാൻ പറ്റുമോ, ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാറ് നല്ല മനസ്സോടുകൂടി ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തതാണ് ആദ്യത്തെ പുസ്തകം. സോലെ പച്ച സീന കെട്ടി പീലി വിറുത്ത മുടിനെ ഒതുക്കി കെട്ടി സോലതി അളകളകാ പൂത്തൊറുക്ക പൂവുകളെ മേലെ കെട്ടി തെലമുടിക്കെ വെത്ത് കളക്കെ പൊടിക്ക സൂര്യനെ നെത്തിക്കെ വെത്ത് കെത്തുക്കെ കാസുമേലെ പാസിമേലെ കല്ലുമേലെ പോട്ട് സൂര്യനെ സെത്തി മിനുക്കിന മോതിരം പോട്ട് കയ്യിക്ക് മണ്ണുവിളെ പോട്ട് കാലുക്ക് കാല് തണ്ടേ പോട്ട് ആടിപ്പാടി വറുക എമുത്ത് സൂര്യത്തായി. അതിനുശേഷം 2023 പച്ച ഞരമ്പുകൾ എന്ന പേരിൽ ഇൻസൈറ്റ് പബ്ലിക്കേഷൻ ഒരു പുസ്തകം ഇറക്കി. അപ്പോൾ ഈ വർഷം കേരള സാഹിത്യ അക്കാദമി മല്ലിസ്പറമുടി എന്ന പേരിൽ എൻ്റെ ഗോത്രഭാഷ കവിതയായ ആദ്യത്തെ ഗോത്രഭാഷ സമാഹാരം പുറത്തിറക്കി. പിന്നെ 2019 എനിക്ക് അട്ടപ്പാടിയിൽ ആക്ഷൻ കൗൺസിലിൻ്റെ ഒരു ആദരവ് കിട്ടിയത്. ഒരു മധുസ്മൃതി പുരസ്കാരം എന്ന പേരിലൊരു പുരസ്കാരം കിട്ടി. അതിനുശേഷം ശ്രീ ശങ്കരാചാര്യ ട്രൈബൽ ട്രെയിനിങ് കോളേജ്, അവിടെ വെച്ച് ഒരു ആദരവ് കിട്ടി. അങ്ങനെ ഒരുപാട് ഇങ്ങനെ KLFലും പിന്നെ പട്ടാമ്പി കവിതാ കാർണിവലിലും പങ്കെടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ പോയി കവിതകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ വർഷത്തിൽ മല്ലിസ്പറമുടി എന്ന ഇരള ഗോത്രഭാഷ കവിത സമാഹാരത്തിലെ മല്ലിസ്പറമുടി എന്ന കവിത MG യൂണിവേഴ്സിറ്റി കോളേജിലെ MA മലയാളത്തിൽ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബൊമ്മേക നാമെല്ല ഒരു ബൊമ്മേക സാവി ബോട്ട ആങ്കെ ഈങ്കെ ഓടുക ബൊമ്മേക സന്ധ്യതി വിക്ക ബൊമ്മേക സന്തമാന ബൊമ്മേക തലനിറ ബൊമ്മേക തലവേസ ബൊമ്മേക ലാറുക ബൊമ്മേക സിരിക്ക ബൊമ്മേക കണ്ണുരുട്ടുക ബൊമ്മേക ബൊമ്മെ വിക്കവൻത്ത് പെട്ടിക്കുള്ളേ മാട്ടിക്കൊണ്ട് തവിക്ക ബൊമ്മേക വായില്ലാത്ത ബൊമ്മേക